Hello dear students, today we can discuss about factors influencing exchange rate. So, exchange rate എന്താണ്? You may well aware about that. What is exchange rate എന്താണെന്ന് നിങ്ങൾക്കറിയാം. എക്സ്ചേഞ്ച് റേറ്റിൽ തന്നെ ക്രോസ് എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ചൊക്കെ നമ്മളന്ന് സംസാരിച്ചു. എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്തു. പിന്നെ ക്രോസ് എക്സ്ചേഞ്ച് റേറ്റിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി. ഡിഫറൻറ്റ് കറൻസികൾ ഒരു കോമൺ കറൻസിയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതെങ്ങനെയാണ് സംസാരിക്കുക, അതിൻ്റെ ബിഡ് റേറ്റ് എത്രയാണ്, ആസ്ക് റേറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ നോക്കി. ഇന്ന് നമുക്ക് ടു വേ കൊട്ടേഷൻ എന്ന് പറഞ്ഞ് വേറൊരു പരിപാടി ഉണ്ട്. അത് നിങ്ങൾ ഒരു ദിവസം ഇവിടേക്ക് വരുന്ന ദിവസം നമുക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഒരു രാജ്യത്തിൻ്റെ കറൻസിനെ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലായല്ലോ. അപ്പം ഈ കറൻസിയിൽ അപ്രീസിയേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ചിലപ്പം കറൻസി ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ഇത് ഇങ്ങനെ എക്സ്ചേഞ്ച് റേറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അമേരിക്കൻ ഡോളർ എപ്പോഴും ഇങ്ങനെ ഒരുപോലെ തന്നെ നിലനിൽക്കുന്നു, നല്ല വില കൂടിയ മൂല്യമുള്ള ഹാർഡ് കറൻസി ആയിട്ട് നിലനിൽക്കുന്നു. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലെ കറൻസിക്കൊന്നും വലിയ മൂല്യമൊന്നും ഇല്ലാത്തത്, ഇങ്ങനെയൊക്കെയുള്ള. അപ്പം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെ നോക്കാം. അപ്പോൾ നോക്കി നോക്കൂ. ഇനി ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ഇൻകം ലെവലുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് ഉണ്ട്, ടേംസ് ഓഫ് ട്രേഡ് ഉണ്ട്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് പെർഫോമൻസ്, റിസഷൻ, സ്പെക്കുലേഷൻ, പിന്നെ അതർ കോസ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിനെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, the performance of a currency depends upon the inflation rate of that country, interest rate of that country, income level of that country, then that country's debt, then the terms of trade of that country, then political stability and performance of that country, recession of the entire economy, speculation work of the economy and other causes. Okay, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഉള്ളത് ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പണപ്പെരുപ്പത്തിൻ്റെ ഒരു പരിപാടിയാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം കൂടുന്ന അവസ്ഥ, ഒരു രാജ്യത്തിൻ്റെ പണപ്പെരുപ്പം കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കറൻസിയുടെ മൂല്യം കുറയുക ചെയ്യും. ഓക്കെ, അപ്പോൾ ലോവർ ഇൻഫ്ലേഷൻ റേറ്റുള്ള രാജ്യങ്ങളിൽ കറൻസീൻ്റെ അപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ ഹയർ ഇൻഫ്ലേഷൻ റേറ്റുള്ള കൺട്രികളിൽ കറൻസീൻ്റെ ഡിപ്രീസിയേഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് ഇൻഫ്ലേഷൻ റേറ്റുമായിട്ട് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ പണപ്പെരുപ്പത്തോതൊക്കെ ഒന്ന് നെറ്റിൽ നോക്കി നോക്കൂ, ഇന്ത്യയിലെ പണപ്പെരുപ്പത്തിൻ്റെ ഒരവസ്ഥയെല്ലാം. അപ്പോൾ പണപ്പെരുപ്പത്തോത് കറൻസീൻ്റെ വാല്യൂവിനെ ഒന്നുകിൽ കൂട്ടും അല്ലെങ്കിൽ കുറയ്ക്കും. Okay, lower inflation rate will contribute to the appreciation of the currency and a higher inflation rate of that country will adversely affect the performance of the currency of that country. Okay, ഇനി നെക്സ്റ്റ് ഉള്ളത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന പലിശയുടെ സംവിധാനം. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ദ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ഫ്ലോ ടു ദ ഇന്ത്യയിലേക്ക് ഒരുപാട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ നമ്മൾ രണ്ട് രാജ്യത്ത് ബന്ധപ്പെടുത്തി പറയുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലും പാകിസ്ഥാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവുകയാണെങ്കിൽ എന്താ സ്ഥിതി ഉണ്ടാവുക? വിദേശ രാജ്യങ്ങളെല്ലാം ഇന്ത്യയിൽ കൂടുതലായിട്ട് കൊണ്ടുവന്ന് നിക്ഷേപിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കറൻസിക്ക് നല്ലതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് ധാരാളമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇൻവെസ്റ്റ്മെൻറ്റ് വരിക പറഞ്ഞാൽ ഫോറിൻ കറൻസി വരികയാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ഫോറിൻ കറൻസി വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസിക്ക് എന്ത് ചെയ്യും? ഒരു അപ്രീസിയേഷൻ ഉണ്ടാവും. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ തന്നെ പറഞ്ഞു. പാകിസ്ഥാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവും ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുമാണെങ്കിലും, ഓക്കെ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവും ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ
ഇന്ത്യയിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരും, മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടും, കാരണം ഇന്ത്യൻ രൂപയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ടാകും. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രൂപയിലാവുന്ന സമയത്ത് ഇന്ത്യൻ രൂപയ്ക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരും, സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടും. അപ്പം ദ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് എ കൺട്രി വിൽ അൾട്ടിമേറ്റ്ലി ഇൻവൈറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. The need for that particular country's currency will affect the performance of that currency. Okay, ആ കറൻസിൻ്റെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യും. നാച്ചുറലി ദ വാല്യൂ ഓഫ് ദാറ്റ് കറൻസി വിൽ അപ്രീസിയേറ്റ്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഒരു രാജ്യം, ഏതെങ്കിലും രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ അപ്പം നമ്മൾ ശ്രദ്ധിക്കുക. ഈ അടുത്ത കാലത്ത് കേരള സർക്കാർ നമ്മുടെ ലണ്ടനിൽ പോയിട്ട് ബോണ്ട് ഇറക്കി, മസാല ബോണ്ട് ഇറക്കി എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിലവിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ടാണ് അവിടെ ഇവരിത് ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ആളുകൾ വാങ്ങി. പക്ഷേ കേരള ഗവൺമെൻറ് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എളുപ്പമായെങ്കിലും ഒരുപാട് അവർ ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുത്തു ഇത് വിറ്റിട്ട്, കാരണം അവർ ഹൈ ഇൻട്രസ്റ്റ് റേറ്റാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം ആളുകൾ വാങ്ങിയെടുത്തു. പക്ഷേ ഈ ക്യാപിറ്റൽ, ഈ ഇൻട്രസ്റ്റ് കൊടുക്കുക പറഞ്ഞാൽ നമ്മുടെ എക്കോണമിക്ക്, കേരള എക്കോണമിക്ക് അതൊരു വലിയൊരു ദോഷമാണ്. അപ്പോൾ എവിടെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ, നാച്ചുറലി അവിടേക്ക് ആര് പോകും? ഇൻവെസ്റ്റേഴ്സ് പോകും. സോ need for that country's currency will rise and the value of that currency will rise. അപ്പം ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ കറൻസിൻ്റെ വാല്യൂ കുറയും, ഇൻഫ്ലേഷൻ കുറഞ്ഞാൽ കറൻസിൻ്റെ വാല്യൂ കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ കറൻസി വാല്യൂ കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ കറൻസി വാല്യൂ കുറയും. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? കൺട്രീസ് കറണ്ട് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. എന്ന് വെച്ചാൽ കൺട്രിയുടെ കറണ്ട് അക്കൗണ്ടും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും. ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പം ആ രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന കച്ചവടം ഉഷാറാണെങ്കിൽ, മനസ്സിലായല്ലോ. ട്രാൻസാക്ഷൻ, ധാരാളമായിട്ടുള്ള ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ, എക്സ്പോർട്ടൊക്കെ കൂടുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസിക്ക് നല്ലതാണ്. അപ്പോൾ കൺട്രീസിൻ്റെ കറണ്ട് അക്കൗണ്ട്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡെഫിസിറ്റ് ഉണ്ടോ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റും ആണെങ്കിൽ നാച്ചുറലി ദ വാല്യൂ ഓഫ് ദാറ്റ് കൺട്രീസ് കറൻസി വിൽ ഡിപ്രീസിയേറ്റ്. ഓക്കെ, then if the balance of payment indicate a surplus and current account has a surplus, the value of that country's currency will appreciate. അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടത്തുകയാണെങ്കിൽ നല്ലതാണ്, എക്സ്പോർട്ട് കൂടുന്തോറും രാജ്യത്തിൻ്റെ കറൻസിയുടെ വാല്യൂ കൂടും. നെക്സ്റ്റ് ആണ് ഗവൺമെൻറ് ഡെപ്റ്റ്. ഗവൺമെൻറ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കേരള സർക്കാരിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ. ഗവൺമെൻറ് പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥാപനങ്ങളിൽ നിന്നും കടം വാങ്ങുന്നുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ കടം കൂടുതലായിട്ട് വാങ്ങും തോറും നമ്മുടെ രാജ്യത്തിന് എക്കണോമിക് ബേർഡൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ രാജ്യം വിദേശ രാജ്യങ്ങളിൽ നിന്നോ മറ്റുള്ള ഏജൻസികളിൽ നിന്നോ കടം വാങ്ങിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ബേർഡൻ കൂടും. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് പണപ്പെരുപ്പം ഉണ്ടാകും, മനസ്സിലായല്ലോ. പണപ്പെരുപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ കറൻസീൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. സോ ഇഫ് ദ ഗവൺമെൻറ് ടേക്സ് ലോങ് ടേം ഡെപ്റ്റ് ഫ്രം another countries and other financial institution, other financial international financial institutions, it will naturally cause burden, finance burden to the shoulder of that country, and it will leads to inflation and the currency of that country will depreciate. ഓക്കെ, അതാണ് ഗവൺമെൻറ് ഡെറ്റ്. അപ്പോൾ നമ്മളിപ്പം ഇൻഫ്ലേഷൻ റേറ്റ് പറഞ്ഞു, ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞു, പിന്നെ നമ്മുടെ കൺട്രിയുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പറഞ്ഞു, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് നമുക്കതിൽ ടേംസ് ഓഫ് ട്രേഡാണ്. എന്താ? കച്ചവടത്തിൻ്റെ ടേംസുകൾ. കച്ചവടത്തിൻ്റെ ടേംസുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ എക്സ്പോർട്ട് വിലയും ഇമ്പോർട്ട് വിലയും തമ്മിലുള്ള റേഷ്യോ, മനസ്സിലായല്ലോ. അതുപോലെ ഈ സർവീസ് കൊടുക്കുന്നതും സർവീസ് വാങ്ങുന്നതും തമ്മിലുള്ള റേഷ്യോ,
ഇതൊക്കെ എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു, അമേരിക്ക, ഇപ്പം വാട്സപ്പിലൊക്കെ വന്നിരുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു, ട്രംപ് ഭരണകൂടം ചൈനയെ എപ്പോഴും പറഞ്ഞിരുന്നത് ചൈനയുടെ കറൻസീൻ്റെ വാല്യൂ, അതായത് ചൈനയുടെ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുമ്പോൾ ചൈന ഏറ്റവും കൂടുതൽ കറൻസിയിൽ മാനിപ്പുലേഷൻ നടത്തുന്ന രാജ്യമാണ് ചൈന എന്ന് അമേരിക്ക പറഞ്ഞിരുന്നത്. കറൻസിയിൽ മാനിപ്പുലേഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറൻസി മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രാജ്യത്തിൻ്റെ കറൻസിയുടെ വാല്യൂ ഇടിക്കുക. അപ്പോൾ ഇടിയുന്ന സമയത്ത് എന്ത് ചെയ്യും, നാച്ചുറലി കുറേ ആൾക്കാർ അങ്ങോട്ട് പോകും. അതുപോലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൈന, അതുകൊണ്ട് ചൈനയുടെ കറൻസിക്ക് ഭയങ്കര മൂല്യമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം പരിപാടികൾ നിങ്ങൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ഭരണകൂടം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൈനയുടെ മുകളിലൊക്കെ ചെലുത്തിയിരുന്നു. അപ്പോൾ ട്രേഡിൻ്റെ ടേംസ് വളരെ പ്രധാനമാണ്. എക്സ്പോർട്ട് കൂടുകയും ഇമ്പോർട്ട് കുറയുകയും ചെയ്താൽ, അതായത് എക്സ്പോർട്ട് കയറ്റി അയക്കുന്ന വസ്തുവിൻ്റെ മൂല്യക്കുറവ് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, പെർ യൂണിറ്റിൻ്റെ മൂല്യം കുറവ്, ഇമ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ വിലയ്ക്കും, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യുന്നു, കുറച്ച് കയറ്റുമതി ചെയ്യുമ്പോൾ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ അത് ബാധിക്കും. അതാണ് ടേംസ് ഓഫ് ട്രേഡ്, കച്ചവടത്തിൻ്റെ ടേംസുകൾ. ഇനി പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് പെർഫോമൻസ്, അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് ദാറ്റ് കൺട്രി വിൽ ആൾസോ കോസ് ഫോർ ദ അപ്രീസിയേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് ദാറ്റ് കറൻസി, ഇതിൻ്റെ കറൻസി. അപ്പോൾ നമ്മൾ സിംബാബ്വേൻ്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഏറ്റവും മോശപ്പെട്ട കറൻസികളെല്ലാം ആ രാജ്യങ്ങളിലാണ്. ബിക്കോസ് വി ക്യാൻ സീ ഹൈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദോസ് കൺട്രീസ്. ഓക്കെ, സിംബാബ്വെ ആയാലും നല്ല രീതിയിലുള്ള ഭരണമല്ല. മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഭരണം ആകെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകളാണ്. ഗ്രൂപ്പുകളായി ചേർന്ന് ഈ ഡൊമസ്റ്റിക് ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നു, അവർ തമ്മിൽ തല്ലുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടി. അപ്പം പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടോ, ഒരു രാജ്യത്തിൻ്റെ കറൻസിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. മനസ്സിലായല്ലോ. ദെൻ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകളുണ്ടോ, ആ രാജ്യത്തിൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, രണ്ട് സമുദായങ്ങൾ തമ്മിൽ അടിക്കുക, അങ്ങനെയൊക്കെയുള്ള വംശീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കറൻസിനെ അത് ബാധിക്കുമെന്നൊക്കെ പേപ്പറിലൊക്കെ വായിക്കാറുണ്ടായിരിക്കും നിങ്ങൾ. ഇപ്പോൾ ട്രംപ് ഭരണകൂടം കണ്ടില്ലേ, ട്രംപിൻ്റെ എല്ലാം അധികാരം തെറിച്ചില്ല. കാരണം കറുത്ത വർഗ്ഗക്കാർക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. സോ നാച്ചുറലി മറ്റുള്ള രാജ്യങ്ങളൊന്നും അവിടേക്ക് പോവില്ല. ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു രാജ്യത്തേക്ക് ആരാ പോകുക? ശ്രീലങ്കയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ തമിഴ് വംശജരും LTTEക്കാരും പിന്നെ സിംഹളരും കൂടിയിട്ട് എപ്പോഴും അടിയായിരുന്നു ശ്രീലങ്കയിൽ. പിന്നെ ഇപ്പോൾ വേലുപ്പിള്ള പ്രഭാകരൻ മരിച്ചു, അതോടുകൂടിയിട്ട് LTTEയുടെ കട്ടയും പടയും മുടങ്ങി. ഞാൻ പറയുന്നത് ഈ തമിഴ് വംശജരെപ്പോഴും ഒരു ഒരു അധസ്ഥിതരായ ബാക്ക്വേർഡായ ആളുകളാണ് സിംഹളർക്ക്. അപ്പോൾ അത് കണ്ടു മടുത്തിട്ടാണ് വേലുപ്പിള്ള പ്രഭാകരൻ തമിഴ് ഈഴം LTTE ലിബറേഷൻ ഓഫ് തമിഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കുന്നത്. പിന്നീട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ LTTE സിംഹളരെല്ലാം തമ്മിൽ. അപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞാൽ തമിഴന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി ഇത് ചെയ്തെങ്കിലും രാജ്യത്ത് ആഭ്യന്തര രക്തച്ചൊരിച്ചിലുകളുണ്ടായി. എപ്പോഴും അടിപിടി ബഹളമായി. ശ്രീലങ്കയിലേക്ക് ഒരാളും പോവാത്ത അവസ്ഥയായി. അപ്പം പിന്നെ ഇപ്പോൾ ഈ വേലുപ്പിള്ളി പ്രഭാകരൻ്റെ മരണശേഷം ഗവൺമെൻറ് അതിലെല്ലാം അടിച്ചൊതുക്കി. അപ്പോൾ ഇപ്പോൾ അവിടേക്ക് ധാരാളമായിട്ട് ഈ വിദേശ ടൂറിസ്റ്റുകളും അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ശ്രീലങ്കയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല ഉദാഹരണങ്ങളാണ്. ശ്രീലങ്ക, സിംബാബ്വെ, പിന്നെ നമ്മുടെ ഇപ്പം പാകിസ്ഥാനും വേണമെങ്കിൽ പറയാം, അമേരിക്ക ഒരു ഉദാഹരണമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടോ, ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകളുണ്ടോ, മനസ്സിലായല്ലോ. അതുപോലെ വാർ ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ്, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വാറുകൾ, ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ കറൻസിനെ മോശകരമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു രാജ്യത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഒറ്റ പാർട്ടി ആയ കാരണം ഇന്ത്യയുടെ എക്കോണമിക്ക് അത് നല്ലതാണ്. കാരണം സ്റ്റെബിലിറ്റി ഉണ്ട്. മറ്റുള്ള കൊളീഷൻ ഗവൺമെൻറ് ആകുമ്പോൾ കൂട്ട് ഗവൺമെൻറ്റൊക്കെ ആണെങ്കിൽ ഒരു പാർട്ടി പിന്തുണ പിൻവലിച്ച് അതോടെ സർക്കാർ വീഴും. അപ്പോൾ പിന്നെ പ്രശ്നമാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്ത കാരണം ഇന്ത്യയുടെ എക്കോണമിക്ക് അത് നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷനാണ് നടത്തുന്നത്. സിംഗിൾ പാർട്ടിയാണ് എപ്പോഴും നല്ലത്. അതുപോലെ രാജ്യത്ത് ഒരിക്കലും ഇങ്ങനെ ഗ്രൂപ്പുകൾ തമ്മിൽ അടിപിടി ബഹളങ്ങൾ പാടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മുടെ കറൻസിയുടെ മൂല്യം നാച്ചുറലി
foreigners will come, foreign direct investment will come, naturally the value of our currency will rise. Okay, അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞത് ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ്, കറണ്ട് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ടേംസ് ഓഫ് ട്രേഡ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് പെർഫോമൻസ്, അതുപോലെ ഗവൺമെൻറ് ഡെറ്റ്, ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഉള്ളത് റിസഷനാണ്. റിസഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാലോ, ഈ സാമ്പത്തിക മാന്ദ്യം വന്നു കഴിഞ്ഞാൽ നാച്ചുറലി കറൻസീൻ്റെ കാര്യം കട്ടപ്പുകയാണ്. ഓക്കെ, അപ്പോൾ റിസഷൻ വേറൊരു കേസാണ്. പിന്നെ സ്പെക്കുലേഷൻ വർക്ക് എന്നുവെച്ചാൽ ഈ കറൻസിയിലൊക്കെ സ്പെക്കുലേഷൻ നടത്തുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ഷെയർ മാർക്കറ്റിലെല്ലാം സ്പെക്കുലേഷൻ നടത്തുന്ന ആൾക്കാർ, ഇവരുടെ വർക്ക് മുഖേനയും കറൻസീൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ഇപ്പോൾ ഹർഷത് മേത്തയ്ക്ക് ഇത് ഉദാഹരണമാണ്. ഹർഷത് മേത്ത ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരുപാട് സ്പെക്കുലേഷൻ നടത്തിയ ഒരാളാണ്. ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യത്തിലും വർധനവുണ്ടായി, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ വലിയ വർധനവുണ്ടായി. പക്ഷേ പിന്നീട് അത് പൊളിഞ്ഞപ്പോൾ അത് മൂക്കും കുത്തി വീഴുകയും ചെയ്തു. സോ ദ സ്പെക്കുലേഷൻ വർക്ക് പ്രിവെയിലിംഗ് ഇൻ ദ foreign exchange market and share market will naturally adds to the prestige of the currency. അപ്പോൾ കറൻസിൻ്റെ പ്രസ്റ്റീജിലേക്ക് നാച്ചുറലായിട്ട് എന്തെങ്കിലും ഒരു അപ്ഗ്രഡേഷൻ വരും. ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കണം. പക്ഷെ അത് ഒരിക്കലും കൃത്യമായി സമ്പദ് വ്യവസ്ഥയുടെ നല്ല ഒരു ഇതിലായിട്ടുള്ളതല്ല അത്. ഓക്കെ, അപ്പം റിസഷൻ പറഞ്ഞു, സ്പെക്കുലേഷൻ പറഞ്ഞു. ഇനി നമുക്ക് അതർ കോഴ്സിൽ വരുന്നത് പൊളിറ്റിക്കൽ കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ബാങ്കിങ് ഓപ്പറേഷൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസ്, അതുപോലെ ബഡ്ജറ്റ് ഇൻഫ്ലുവൻസ്, മനസ്സിലായല്ലോ, സ്ട്രക്ചറൽ ഇൻഫ്ലുവൻസുകളുണ്ട്, ബാങ്ക് റേറ്റിൽ വരുന്ന ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ടിവിറ്റി, ഇതൊക്കെ നമ്മളുടെ അതർ കോഴ്സിൽ വരും. പിന്നെ ക്രെഡിറ്റ് കണ്ടീഷൻ ഓഫ് ദ കൺട്രി, ഇതൊക്കെ നമ്മുടെ അതർ കോഴ്സിലാണ് വരിക. അപ്പം പൊളിറ്റിക്കൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. പിന്നെ ബാങ്കിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ ഈ ബാങ്ക് ഡ്രാഫ്റ്റുകൾ, അതുപോലെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഇങ്ങനെയൊക്കെയുള്ള അതായത് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളിലെ വാങ്ങലും വിൽക്കലും അത് നമ്മുടെ കറൻസീനെ ബാധിക്കും, മനസ്സിലായല്ലോ. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ അത് ബാധിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പം കറൻസീൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും, അല്ലെങ്കിൽ കറൻസീൻ്റെ വാല്യൂ കുറയുകയും ചെയ്യും. അപ്പം നോക്കിക്കേ, കൂടുതലായിട്ട് നമ്മൾ ബാങ്ക് ഡ്രാഫ്റ്റുകൾ, ലെറ്റർ ഓഫ് ക്രെഡിറ്റുകളൊക്കെ ഫോറിൻ ബാങ്കിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫോറിൻ കറൻസിക്ക് കൂടുതലായിട്ടുള്ള ആവശ്യം വരും, മനസ്സിലായല്ലോ. ഇപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എല്ലാം നമ്മൾ വിദേശ ബാങ്കിനല്ലേ കൊടുക്കുന്നത്, ഈ ഇറക്കുമതി സമയത്ത്, കയറ്റുമതി സമയത്തൊക്കെ. അപ്പോൾ ആ ഫോറിൻ കറൻസിക്ക് ആവശ്യം വരും. അതുപോലെ അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ത്യൻ കറൻസീൻ്റെ മുകളിൽ വിദേശത്ത് നിന്ന് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്യൂ വരുന്ന സമയത്ത് ഇന്ത്യൻ കറൻസീൻ്റെ ആവശ്യം കൂടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ത്യൻ കറൻസീൻ്റെ മുകളിൽ കൂടുതലായിട്ട് നമ്മുടെ ലെറ്റർ ഓഫ് ക്രെഡിറ്റോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ ഇന്ത്യൻ കറൻസീൻ്റെ വാല്യൂ അപ്രീസിയേറ്റ് ചെയ്യും. അതുപോലെ ഇന്ത്യക്കാർ വേറെ രാജ്യങ്ങളുടെ കറൻസിയുടെ മുകളിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അത്തരം. അപ്പോൾ അതാണത്. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ടിവിറ്റി പറഞ്ഞ നേരത്തെ ഇപ്പോൾ പറഞ്ഞു, ഈ ഷെയർ, ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ടുകൾ, ഇതൊക്കെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ എന്ത് ചെയ്യും, സ്വാധീനിക്കും. ഒരുപാട് സെക്യൂരിറ്റികളെല്ലാം ഫോറിനേഴ്സിന് വിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഹോം കറൻസി കൂടുതൽ ആവശ്യം വരും, മനസ്സിലായല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കൂടുതലായിട്ട് വിദേശികൾക്ക് വിൽക്കുകയാണെങ്കിൽ അവർ വാങ്ങില്ല ചെയ്യുക. നമ്മൾ വിൽക്കുമ്പോൾ അവർ വാങ്ങാൻ ഇന്ത്യൻ മണിയിലാവുമ്പോൾ ഇന്ത്യൻ കറൻസിക്ക് ആവശ്യം കൂടും. നല്ല പോയിന്റുകളാണ്, ആലോചിച്ചിട്ട് വേണം തല പുകയ്ക്കാൻ. അപ്പം നമ്മുടെ കറൻസിക്ക് ആവശ്യം, നേരെ വിളിച്ച് നമ്മൾ വാങ്ങുകയാണെങ്കിലോ, വിദേശ സാധനം നമ്മൾ ഇങ്ങോട്ട് വാങ്ങുകയാണെങ്കിലോ, അപ്പോൾ നമ്മുടെ കറൻസീൻ്റെ മൂല്യം കുറയുകയും ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ ബഡ്ജറ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് ഉണ്ടല്ലോ, യൂണിയൻ ബഡ്ജറ്റ്, സ്റ്റേറ്റ് ബഡ്ജറ്റ്, ഇതിലൊക്കെ വരുന്ന ടാക്സേഷൻ പോളിസികൾ, ഇതൊക്കെ നമ്മുടെ കറൻസീനെ ബാധിക്കും. ഓക്കെ, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ ഒരുപാട് കൂടുതൽ ഇൻകം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ടാക്സ് ചുമത്തുക, ഇതൊക്കെ നമ്മുടെ കറൻസീനെ ബാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ബഡ്ജറ്റ് ഓഫ് എ കൺട്രി ഇൻഫ്ലുവൻസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് ദാറ്റ് കൺട്രി.
നെക്സ്റ്റ് നമുക്ക് വരുന്നത് വേറെ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് എന്ത്, ബാങ്ക് റേറ്റിൽ വരുന്ന ചേഞ്ച്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം, നമ്മുടെ റിസർവ് ബാങ്ക് താഴേക്കിടയിലുള്ള ബാങ്കുകൾക്ക് ലോണുകൾ കൊടുക്കാറുണ്ട്. അതിന് മുകളിൽ ചുമത്തുന്ന റേറ്റാണ് ഇൻട്രസ്റ്റ് റേറ്റാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ബാങ്ക് റേറ്റ് കൂടുതലാണെങ്കിൽ ഇവിടേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യും, പണം ഒഴുകും. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസി വാല്യൂ കൂടും. അതുപോലെ പിന്നെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെ കറൻസീൻ്റെ വാല്യൂ കൂടുതലുണ്ടാവുമെന്നൊക്കെ ലെവലിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിലും കറൻസീൻ്റെ വാല്യൂവിൽ അപ്രീസിയേഷൻ വരും. പിന്നെ ഇൻകം ലെവല്, ഇൻകം ഈ മധ്യവർത്തികളുണ്ടല്ലോ, അതായത് മിഡിൽ ഇൻകം പീപ്പിളിൻ്റെ ഇൻകത്തിൽ വരുന്ന വർധനവ് അവർ ഹയർ ഇൻകമായി മാറുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരുടെ പർച്ചേസിങ് പവർ പാരിറ്റി കൂടും. മനസ്സിലായല്ലോ? ആ പർച്ചേസിങ് പവർ പാരിറ്റി കൂടുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും, കൂടുതൽ സാധനങ്ങൾക്ക് ആവശ്യമുണ്ടാവും. സാധനങ്ങൾക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യും. ശ്രദ്ധിക്കണം, ഇന്ത്യയുടെ മിഡിൽ ഇൻകം പീപ്പിള്, ഇന്ത്യയുടെ മിഡിൽ ഇൻകം എക്കോണമിയാണ്. മിഡിൽ ഇൻകം പീപ്പിളിൻ്റെ ഇൻകം കൂടിയിട്ട് അവർ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇമ്പോർട്ട് വിൽ വർദ്ധിക്കും, ഇറക്കുമതി കൂടും. അപ്പോൾ അതുകൊണ്ട് ഇറക്കുമതി കൂടിക്കഴിഞ്ഞാൽ കറൻസീൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ വരും. ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പഠിച്ചു, കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വരുന്നു. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് കുറയും, ഇൻട്രസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് കൂടും. ഓക്കെ, അതുപോലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വർധനവ് വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് കൂടും. കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് അല്ല സർപ്ലസ് ആണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് വർദ്ധിക്കും. ഗവൺമെൻറ് കൂടുതലായിട്ട് ഡെറ്റ് എടുക്കുകയാണെങ്കിൽ കറൻസിൻ്റെ മൂല്യം കുറയും. ഓക്കെ, പിന്നെ നമ്മൾ രാജ്യത്ത് റിസഷൻ ആണെങ്കിൽ കറൻസീൻ്റെ മൂല്യം കുറയും. സ്പെക്കുലേഷൻ വർക്ക് നടക്കുകയാണെങ്കിൽ അത് കറൻസീനെ ബാധിക്കും. കൂടുക കുറയുന്നല്ല പറയുന്നത്, അതും കറൻസീനെ ബാധിക്കും. പിന്നെ അതുപോലെ പൊളിറ്റിക്കൽ കണ്ടീഷൻ നോക്കണം, ബാങ്കിങ് ഓപ്പറേഷൻസ് നോക്കണം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ടിവിറ്റികൾ, ബഡ്ജറ്റ് ഇൻഫ്ലുവൻസ്, ഇൻകം ലെവല്, ബാങ്ക് റേറ്റ് പോളിസികൾ, മനസ്സിലായല്ലോ. പിന്നെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു രാജ്യത്തിൻ്റെ കറൻസീനെ എന്ത് ചെയ്യും, ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ മനോഹരമായി ഇത് നിങ്ങളെല്ലാം എഴുതി വിടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്നേക്ക് ഇത്ര മാത്രം. ഓക്കെ.